ഹലോ, നമുക്കിന്ന് നല്ലൊരു അടിപൊളി മൗണ്ടെയിൻ കാണാൻ പോയാലോ? ഇതങ്ങനെ അത്ര പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. ഒരു ട്രെയിനിലൊക്കെ കയറിയാണ് നമ്മൾ ഈ മൗണ്ടെയിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് വന്ന് നോക്കിയപ്പോൾ ഈ വഴിയൊന്നും മനസ്സിലാവുന്നില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ കുറച്ച് പേര് അവിടെ നിന്ന് മഞ്ഞൊക്കെ ഇങ്ങനെ വാരി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് പോയി ചോദിച്ചു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്കൊരു വഴി പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു മൗണ്ടെയിൻ റെയിൽവേ കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ബേസ് സ്റ്റേഷൻ കണ്ടത്. കണ്ടോ സൈഡിൽ കൂടി വരുന്ന ആ ഒരു ചെറിയൊരു ട്രെയിൻ കണ്ടോ, അതാണ് മൗണ്ടെയിൻ റെയിൽവേ ട്രെയിൻ. അപ്പോൾ അതിൽ കയറിയാണ് നമ്മൾ ടോപ്പിലേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നു, ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ അവിടെ നോക്കുമ്പോഴാണ് ഈ വുഡിലൊക്കെ നല്ല ബേർഡിനെയും ആനിമലിനെയൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത് കണ്ടത്. അങ്ങനെ അതൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ആ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇവിടെയാണ് ട്രെയിൻ വരുന്നത്. ഞങ്ങൾ വന്ന് നിന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ട് നിറച്ച ആൾക്കാരായി. വേറെ ആരുമല്ല, സ്കീയിങ് ചെയ്യാൻ വന്നിരിക്കുന്നവരാണ്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മൗണ്ടെയിൻ റെയിൽവേ ട്രെയിൻ ഇതാ വന്നെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതിലേക്ക് കയറിക്കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെയുള്ള വ്യൂ നോക്കി, ആ ഒരു ഗ്യാപ്പിൽ കൂടി നോക്കുമ്പോൾ അറ്റത്ത് നമ്മുടെ ആ ഒരു കിടിലൻ അടിപൊളി മൗണ്ടെയിൻ കാണാൻ പറ്റും. പിന്നെ ആ സ്ക്രീനിലൊക്കെ അവരത് കാണിച്ചു തരുന്നുണ്ട്, ഇത് പോകുന്ന ആ ഒരു രീതിയൊക്കെ. അങ്ങനെ നമ്മുടെ ഇതാണ് കേട്ടോ ഡ്രൈവർ. അങ്ങനെ ഡ്രൈവറൊക്കെ വന്നു, പുള്ളിക്കാരി കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു. അങ്ങനെ പതിയെ നമ്മുടെ ആ ഒരു ട്രെയിൻ മൂവായി പോകുമ്പോൾ തന്നെ അത് കാണാൻ നോക്കി എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ വേറെ ഒരു ട്രെയിനൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൗണ്ടെയിൻ കാണാൻ വരുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ സ്കീയിങ് ചെയ്യാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇവിടെ വന്നിരുന്നത് ആ ഒരു ടൈമിൽ. ബാക്കി എല്ലാവരും സ്കീയിങ് ചെയ്യുന്നതിനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ആയിട്ട് റെഡി ആയിട്ടാണ് അതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിർത്തി കുറച്ച് പേര് കയറി. പിന്നെയും കണ്ടോ ഈ ഒരു ടണൽ പോലെ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ ജേണി ഏകദേശം 5 to 8 minutes ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബേസ് സ്റ്റേഷനിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 2 kilometer ആണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ജേണി ഏകദേശം അവസാനിക്കാറായി. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ തീർന്നിട്ടില്ല. മൗണ്ടെയിൻ ടോപ്പ് കാഴ്ചകളുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺ, ബൈ.